എല്ലാവർക്കും സുപ്രഭാതം ഓൺലൈനിലേക്ക് സ്വാഗതം. ഹൃദ്രോഗങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പലപ്പോഴും ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് നമുക്ക് എവിടെ കിട്ടും? പലപ്പോഴും ആ ഒരു രോഗം സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞാലോ മറ്റോ ഒക്കെ മനുഷ്യൻ സ്തബ്ധനായി പോകുന്ന ഒരു കാലഘട്ടമാണ്. യുവാക്കളിലും പ്രായഭേദമന്യേ പലരിലേക്കും വളരെ പെട്ടെന്ന് അവരാരും നനച്ചിരിക്കാതെ വന്നെത്തുന്ന ഒരു രോഗം കൂടിയായി ഹൃദ്രോഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സംഭാവന നമ്മുടെ രാജ്യത്തും കേരളത്തിനും ലോകത്ത് മുഴുക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹൽ വ്യക്തിത്വത്തിനുടമയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. കോഴിക്കോട് മെട്രോമെഡ് ഹോസ്പിറ്റലിൻ്റെ സ്ഥാപകനും പ്രശസ്ത കാർഡിയോളജിസ്റ്റുമൊക്കെ ആയിട്ടുള്ള പ്രിയങ്കരനായ ഡോക്ടർ പി മുസ്തഫ സാർ ഇന്ന് സുപ്രഭാതത്തോടൊപ്പം ചേരുകയാണ്. സാർ, സുപ്രഭാതത്തിലേക്ക് സ്വാഗതം. വളരെയധികം സന്തോഷമുണ്ട് സുപ്രഭാതത്തിൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്. സാറേ, നമ്മൾ ഒരു നേരെ വിഷയത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആളുകൾക്ക് ഏറ്റവും പേടിയുള്ളൊരു രോഗമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് തന്നെ ഈ രോഗം പിടിപെടുകയും ചെയ്യുകയാണ്. എന്താണ് ഇതിൻ്റെ ബേസിക്കലി ഈ ഒരു രോഗം വളരെ പെട്ടെന്ന്, പണ്ട് കാലത്തൊക്കെ വളരെ കുറവായിരുന്നു, പക്ഷേ ഇന്ന് ഇത് വളരെ പനി പോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതും പ്രായഭേദമന്യേ. എന്താണ് സാറേ എൻ്റെ കാരണം? ആക്ച്വലി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഹൃദ്രോഗം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നിപ്പോൾ ലോകത്ത് തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മനുഷ്യരുടെ മരണത്തിൻ്റെ കാരണത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഹൃദ്രോഗമാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ക്യാൻസർ അല്ലെങ്കിൽ കിഡ്നി രോഗം, സ്ട്രോക്ക് എന്നതൊക്കെ അതിൻ്റെ താഴെയാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ ഈ ഒരു പെട്ടെന്നുണ്ടായ ഒരു ഇതിൻ്റെ ഒരു ഇൻക്രീസിങ് ട്രെൻഡിന് കാരണം നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റം തന്നെയാണ്. ഭക്ഷണം. ആക്ച്വലി നമ്മൾ പറയുകയാണെങ്കിൽ ഹൃദ്രോഗത്തെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹൃദ്രോഗത്തെ ജീവിതശൈലി രോഗം എന്ന് വേണമെങ്കിൽ വിളിക്കാം. മാത്രമല്ല, ഇത് പല ജീവിതശൈലി രോഗങ്ങളുടെ ഒരു എൻഡ് റിസൾട്ട്, കോംപ്ലിക്കേഷൻ കൂടിയിട്ടാണ്. ഇപ്പം നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത് നമ്മൾ പറയുന്നത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, അമിതഭാരം, പൊണ്ണത്തടി എന്ന് പറയുന്നത് ഒബീസിറ്റി, പിന്നെ വ്യായാമമില്ലായ്മ, പുകവലി, ഇതൊക്കെയാണ് നമ്മൾ പിന്നെ സ്ട്രെസ് വളരെ കോമൺ ആയിട്ടുള്ള. അതെ, ഇതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ആക്ച്വലി എൻഡ് റിസൾട്ടായിട്ട് ഹൃദ്രോഗത്തിലാണ് ചെന്നെത്തുന്നത്. അതുകൊണ്ടാണ് ഈ ഹൃദ്രോഗം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കും, അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതിനുള്ള കാരണം ഈ ജീവിതശൈലി രോഗങ്ങളാണ് എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുക എന്നതിനപ്പുറത്തേക്ക് അത് വരാതിരിക്കാനുള്ളൊരു പ്രിക്കോഷൻസ് നമ്മൾ എന്താണ് എടുക്കേണ്ടത്? ആക്ച്വലി ഇപ്പോൾ സുപ്രഭാതം ഈ പരിപാടി സംഘടിപ്പിച്ചതുപോലെ തന്നെ ഞാൻ ആക്ച്വലി ഈ പബ്ലിക്കിനോട് പറയാൻ ചെലവഴിച്ച സമയത്തിൽ 90% ഈ സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയുന്ന പോലെ ഞാനിപ്പോൾ കോഴിക്കോട് മെട്രോമെഡ് നാഷണൽ കാർഡിയാക് സെൻറ്ററിൻ്റെ അതിൻ്റെ കാർഡിയോളജി ചെയർമാനുമാണ്, അതിൻ്റെ ഹെഡുമാണ്. ഇന്ന് ലോകത്ത് ലഭിക്കുന്ന ഏതൊരു ഹൃദ്രോഗ ചികിത്സയും നമ്മുടെ നാട്ടിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മിഷൻ തന്നെ. അതിൻ്റെ അൾട്ടിമേറ്റാണ് നമ്മുടെ ആക്ച്വലി ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വരെ ഈ കോഴിക്കോട്ട് ആദ്യമായി നടത്തിയത്. 10 വർഷം മുമ്പ് നടത്തിയ ആ ഹാർട്ട് ലഭിച്ച ആൾ ഇന്നും ജീവനോടെ നോർമലായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. എത്ര പേര് അങ്ങനെ നടത്തി? അങ്ങനെ ഇവിടെ 11 പേർക്ക് നമ്മൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നൽകി. അതിൽ 10 പേരും ജീവിച്ചിരിപ്പുണ്ട്. എന്ന് വെച്ചാൽ അത്ര വലിയ സക്സസ് റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇതൊക്കെ തന്നെ ശരിക്കും ആളുകൾക്ക് വലിയ അത്ഭുതമുള്ള. പണ്ട് നമ്മൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ അമേരിക്കയിലൊക്കെ പോയി ചെയ്യേണ്ട ഒരു സർജറി ഇന്ന് നമ്മുടെ കോഴിക്കോട്ട് ഇന്ന് അതേപോലെ തന്നെ. ഇത് മാത്രമല്ല, ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം, പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു ഇന്ന് കാർഡിയാക് സർജറി അല്ലെങ്കിൽ ഹൃദ്രോഗ വിഭാഗത്തിൽ ഒരു അൾട്ടിമേറ്റ് സർജറി എന്ന സർജറി നമുക്ക് ഇത്ര നടത്താൻ പറ്റി എന്നുള്ളത് പറഞ്ഞെന്ന് മാത്രം. അതുകൂടാതെ ഒരുപാട് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഈ കോഴിക്കോട് കൊണ്ടുവരാൻ മെട്രോമെഡിൽ കൂടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചല്ല കൂടുതൽ പറയാം. കാരണം പബ്ലിക്കിന് വേണ്ടത് ഈ ഹാർട്ട് അറ്റാക്ക് വന്ന് അല്ലെങ്കിൽ രോഗം വന്ന് അതിനെ ചികിത്സിക്കുവാനുള്ള സ്ഥലം തേടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. അതിലുപരി ഈ രോഗം വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള മെസ്സേജാണ് പ്രത്യേകിച്ച് നിങ്ങളെപ്പോലത്തെ ഈ പത്രപ്രവർത്തകരും ഈ ആളുകളും ചെയ്യേണ്ടത്. രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചികിത്സയാണ്, പിന്നെ അത് റിപ്പയറാണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ രോഗപ്രതിരോധമാണ് രോഗചികിത്സയേക്കാൾ ബെറ്റർ. നമ്മൾ പറയുമല്ലോ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ അതിലായിരിക്കണം നമ്മളുടെ ഈ ആക്ച്വലി മീഡിയാസും മറ്റ് ആളുകളൊക്കെ മോട്ടിവേഷനിലൊക്കെ നമ്മൾ ജനങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടായിരിക്കണം. നമ്മൾ ആ സബ്ജക്റ്റിലേക്ക് ഡയറക്റ്റ് ചെന്ന് കഴിഞ്ഞാൽ സാർ, എങ്ങനെ ജനങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? കാരണം ഇപ്പോൾ കാലമൊക്കെ മാറിയല്ലോ, അവിടെ ആ ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ എവിടെയാണ് ഏറ്റവും വലിയ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഈ ഹാർട്ട് അറ്റാക്ക് ഹൈലി പ്രിവെൻറ്റബിൾ രോഗമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നല്ലൊരു 90% ഹാർട്ട് അറ്റാക്കിനെ നമുക്ക് തടയാൻ പറ്റുമെന്നുള്ളതാണ്.
അത് പക്ഷേ ആ ഒരു മെസ്സേജ് പബ്ലിക്കിന് എത്തുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷമാണ്. നമുക്ക് നമ്മുടെ വീട്ടിലോ നമ്മൾക്കോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് അറ്റാക്ക് വരുന്നതിന് ശേഷമാണ് ഇതെങ്ങനെ വന്നു, എന്തുകൊണ്ട് വന്നു, പിന്നീട് ബാക്കിലേക്ക് നമ്മൾ ആലോചിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ഇപ്പോഴെന്നെ മുന്നിലേക്ക് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണങ്ങളുണ്ടോ, അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സിൽ നമ്മൾ വരുന്നുണ്ടോ, നമുക്കത് വരാനുള്ള സാധ്യത എന്താണ്, അതിന് നമ്മൾ നേരത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ അതിന് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതോടുകൂടി നമുക്കിത് വരാനുള്ള സാധ്യത കുറയ്ക്കാൻ പറ്റും. പിന്നെ പ്രായമാകുമ്പോൾ രോഗം വരുമെന്നുള്ളത് പ്രകൃതിയുടെ ഒരു നിയമമാണ്, അത് ദൈവത്തിൻ്റെ നിയമമാണ്. അത് വരെ അതിന് നമ്മൾ ഓൾഡ് ഏജ് അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് ഡിസീസ് എന്ന് പറയുന്നത്, അല്ല വാർദ്ധക്യ സഹജമായ രോഗം എന്ന് പറയാം. അതിൻ്റെ ഭാഗമായിട്ട് ഹാർട്ട് അറ്റാക്ക് വരാം, ക്യാൻസർ വരാം, പല രോഗങ്ങളും വരാം. അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്താ വെച്ചാൽ, ഞങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ, വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഏജിൽ, ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ യുവത്വത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് നമ്മുടെ മുമ്പിൽ വരുന്ന ആ ഒരു അവസ്ഥ, അതിൻ്റെ ഈ ഹാർട്ട് അറ്റാക്കിനെ ചികിത്സിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചുമതല. പക്ഷേ ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കാറെന്ന് വെച്ചാൽ, അതിൻ്റെ ബാക്കിൽ ഉണ്ടാകുന്ന സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ്, അതാണ് ശരിക്കും ഒരു ഭയാനകമായിട്ടുള്ള സംഭവം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മെസ്സേജിൽ അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഊന്നി പറയാറുള്ളത് ഹൃദ്രോഗത്തെ തടയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനിങ്ങനെ ഒരുപാട് പരിപാടികൾ ചെയ്തപ്പോൾ എൻ്റെ കൂടെയുള്ള നമ്മുടെ ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരാൾ തന്നെ ചോദിച്ചു എന്നോട്, അല്ല സാറേ, സാർ ഇങ്ങനെ എല്ലായിടത്തും, സാറ് ഹാർട്ട് അറ്റാക്കിന് ചികിത്സിക്കുന്ന ഡോക്ടറാണല്ലോ, ഇതിനെങ്ങനെ തടയാനുള്ള പരിപാടികൾ നിന്ന് പിന്നെ അവസാനം സാറിന് പണിയില്ലാതായി പോകില്ല എന്നുള്ളത് ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതല്ല, ഇന്ന് ലോകത്ത് ഒരു ഡോക്ടർക്കും ജോലി ഇല്ലാതാവില്ല. കാരണം എല്ലാ മനുഷ്യരും പ്രായം ചെല്ലുന്ന സമയത്ത് രോഗം വരും, രോഗം വരും, മരിക്കും. അപ്പൊ അതുകൊണ്ട് രോഗമില്ലാത്ത പ്രശ്നം ഇവിടെ ഡോക്ടേഴ്സിന് വരാൻ പോകുന്നില്ല, അവർക്ക് ചികിത്സിക്കാനുള്ള പേഷ്യൻസ് വരും. പക്ഷേ ഞാൻ എന്താണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ, ഒരു നോർമലായിട്ട് വാർദ്ധക്യ സഹജമായിട്ട് ഒരാൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വരികയാണെങ്കിൽ അയാളെ ചികിത്സിക്കുന്നതാണ് ഞാൻ എന്തിനേക്കാളും പ്രിഫർ ചെയ്യുന്നത്. 35 വയസ്സുള്ള ഒരാൾ അയാളുടെ ഭാര്യ കൂടെ വന്ന് കൈക്കുഞ്ഞുമായി നിന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് സീരിയസ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പോകുമ്പോൾ അവരെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ഇതുണ്ടല്ലോ. കാരണം വെച്ചാൽ ഒരു ഹാർട്ട് അറ്റാക്ക് ആയി അല്ലെങ്കിൽ ആൾ മരിച്ചു പോവുകയോ അതല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജ് പറ്റി പിന്നീട് അയാൾക്ക് അധ്വാനിച്ച് ജീവിച്ച് കുടുംബം പുലർത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് അത് നമ്മളാരും കാണുന്നില്ല. അത് അവരുടെ വീട്ടിലും കുടുംബത്തിലും നടക്കുന്നുള്ളൂ. നമ്മൾ ഹാർട്ട് അറ്റാക്കിന് വരുന്നു, ചികിത്സിക്കുന്നു, വിടുന്നു, അല്ലെങ്കിൽ ആൾ രക്ഷപ്പെടുന്നില്ല, മരിച്ചു പോകുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 35 വയസ്സുള്ള ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നാൽ അയാളുടെ കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയതും തുടങ്ങാത്ത കുട്ടികളുമായിരിക്കും. ഒരു ഭാര്യ, യുവതിയായ ഒരു ഭാര്യ, അയാൾ എവിടെയും എത്തിയിട്ടില്ല, വീട്, മറ്റുള്ള നമുക്ക് സാമ്പത്തിക ബാധ്യതകൾ, സാമൂഹ്യ ബാധ്യതകളൊക്കെ ഒരുപാട് നിൽക്കുന്ന സമയത്ത് ഇത് വരുന്നതാണ് നമുക്ക് വലിയൊരു പ്രശ്നം. അതാണ് ആക്ച്വലി എന്നെ ഈ ഒരു ഇതിലേക്ക് കൂടുതൽ ഇത്തരം നമ്മൾ എന്താ പറയുക, ഈ ഒരു നമ്മൾ ആളുകളുടെ ഇടയിൽ ഇതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കണം എന്ന എടുത്തു പറയാൻ പറ്റിയ അത്തരത്തിലുള്ള ഏതെങ്കിലും സ്ട്രൈക്ക് ചെയ്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് അനുഭവങ്ങളുണ്ട്, എത്ര അനുഭവങ്ങളുണ്ട്. കൈക്കുഞ്ഞുമായിട്ട് ഹാർട്ട് അറ്റാക്കിൻ്റെ കൂടെ വരുന്ന സമയത്ത് ഈ രോഗീൻ്റെ ഭാര്യയും കുട്ടിയുമായിട്ട് വന്നിട്ട് നമ്മൾ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് അവർ ആ ഒരു പേടിച്ചിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. അത്തരം ചില പേഷ്യൻസ് മരിച്ച് പോകുന്നത് നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റാതെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്ക് തന്നെ മരിച്ച് ബോഡിയായിട്ട് വന്ന കേസുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു. ഇത്തരം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റേജുകൾ നിർണ്ണയിച്ച് ട്രീറ്റ്മെൻറ്റ് ഒരു അല്ലെങ്കിൽ ഒരു ഗോൾഡൻ അവർ എന്നൊക്കെ പറയും. അതെങ്ങനെയൊക്കെയാണ്? അതെ, ഈ ഗോൾഡൻ അവർ എന്ന് വെച്ചാൽ അതിൽ നമുക്ക് പബ്ലിക്കിനോട് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ്സ്, നമ്മൾ ഇതിൻ്റെ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യരുത്, അതിനെ ഒഴിവാക്കി വിടരുത്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സംഭവിക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കുറേ ആളുകൾ ഈ ഹാർട്ട് അറ്റാക്ക് രോഗികൾ വരുമ്പോഴേ അധികം ആളുകളും ചെസ്റ്റ് പെയിൻ എന്ന് പറയില്ല, നെഞ്ചുവേദന എന്നധികം ആൾക്കാർ പറയില്ല. അത് കുറച്ച് ശതമാനം ആളുകൾക്ക് മാത്രമേ അത് റിയൽ പെയിനായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അതിൽ 3/4 ആളുകൾക്കും പെയിനല്ല, അവർക്ക് നെഞ്ഞിലൊരു അസ്വസ്ഥത, ഗ്യാസ് കുടുങ്ങിയതുപോലെ, ഭാരം വെച്ചതുപോലെ, അല്ലെങ്കിൽ എരിച്ചിൽ പോലെ, ഒരു എരിച്ചിലും അതിൻ്റെ കൂടെ ക്ഷീണും ഒരു വേർപ്പും പോലെ, ഇങ്ങനെയാണ് അധികം ആളുകൾ പറയുക. അതുകൊണ്ട് തന്നെ പല ആളുകളും ഇതിനെ ഗ്യാസായിട്ട് തെറ്റിദ്ധരിച്ച് ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. പക്ഷേ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് ഗ്യാസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് ഹോസ്പിറ്റലിൽ എത്താൻ നേരം വഴുകും. ഇതുകൊണ്ട് 2 സംഭവം ഉണ്ടാകും. ഒന്നുകിൽ ചിലപ്പോൾ ആ രോഗി ഹോസ്പിറ്റലിൽ എത്തില്ല, പെട്ടെന്നുള്ള മരണത്തിന് കാരണമാവേക്കാം. മറ്റൊന്ന്, അഥവാ ഹോസ്പിറ്റലിൽ എത്തുകയാണെങ്കിൽ വളരെ വൈകി ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്ക് അയാളുടെ ഹാർട്ട് വളരെ വീക്കായി പോയിട്ടുണ്ടാകും.
അപ്പം പിന്നെ നമ്മൾ അവരെ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്ത് ബ്ലോക്ക് നീക്കിയാലും ഹാർട്ടിൻ്റെ ഡാമേജ് പെർമനൻ്റ് ആവും. പിന്നെ ഈ യുവത്വത്തിലുള്ള ഈ ഒരാൾക്ക് അധ്വാനിച്ച് ജോലിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ പോകും. അത് ആക്ച്വലി കുടുംബത്തിനും സമൂഹത്തിനൊക്കെ ഒരു ഭാരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. മനസ്സിലായില്ലേ? അപ്പം അതാണ് ആക്ച്വലി എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ ഒരു മെസ്സേജ്. നേരത്തെ നമ്മുടെ ഒരാൾ ചോദിച്ചതുപോലെ നമുക്ക് ജോലി ഇല്ലാതെ പോകുന്നില്ല. പക്ഷേ ഈ 35 വയസ്സായ ഒരാളെ ഒരു ഹൃദ്രോഗത്തിന് ചികിത്സിക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് പ്രായം കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാളെ ചികിത്സിക്കുന്നതാണ്. അതാണ് ഇതിലുള്ള ഒരു രസകരമായ കാര്യം. അതോടൊപ്പം തന്നെ ഈ ജീവിതശൈലിയിലേക്ക് നമ്മൾ പറയുമ്പോൾ തന്നെ ഇപ്പം കൂടുതൽ ആളുകൾ ഇപ്പോൾ രാത്രി വൈകും വരെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കിടന്നുറങ്ങുന്ന ഒരു ശീലമൊക്കെ ഉണ്ട്. ഒന്ന് ഭക്ഷണം, മറ്റൊന്ന് വ്യായാമത്തിൻ്റെ പ്രശ്നം. ഈ ഉറക്ക് ഇതിനെ വല്ലാതെ ബാധിക്കുന്ന അങ്ങനെ എന്തെങ്കിലും സ്റ്റഡികളുണ്ടോ? ഞാൻ ആക്ച്വലി എൻ്റെ മറ്റേ ഇൻസ്റ്റാ ഇതിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിനെപ്പറ്റി ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് ഉറക്കിനെ കുറിച്ച്. അത് ഭയങ്കര ഒരു പ്രചാരം, എനിക്ക് തോന്നുന്നു മില്യൺസ് ഓഫ് ആൾക്കാർ കണ്ടും തോന്നുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഈ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഉറക്കം ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ മിനിമം ഒരു 6 to 8 hours എല്ലാവരും ഉറങ്ങണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ ശരീരത്തിന് നമ്മൾ റെസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. ഈ 6 to 8 hours ഉറങ്ങുന്നത് മാത്രം പോരാ. ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ആ ഉറക്കിൻ്റെ സമയം എപ്പോഴെന്നുള്ളതാണ്. നമുക്കൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടണമെങ്കിൽ, നല്ല ഗുണനിലവാരമുള്ള സ്ലീപ്പ് ആവണമെങ്കിൽ രാത്രി 10 മണിൻ്റെയും രാവിലെ 4 മണിൻ്റെയും ഇടയിലുള്ള സ്ലീപ്പാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ലീപ്പ്. യു ഷുഡ് നോട്ട് ലൂസ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കൾച്ചർ അനുസരിച്ച്, പ്രത്യേകിച്ച് ന്യൂ ജനറേഷനും ഈവൻ പ്രീവിയസ് നമ്മുടെ ജനറേഷനും ഒക്കെ തന്നെ അങ്ങനെ രാത്രി എന്ന് പറയുന്നത് 12 മണി 1 മണിയിലേക്ക് എത്തി, രാവിലെ എന്ന് പറയുന്നത് 7 മണി 8 മണിയിലേക്ക് പോകുന്ന അവസ്ഥ. അപ്പോൾ ഒരാൾ ഇതേ നമ്പർ ഓഫ് അവേഴ്സ്, ഒരാൾ 6 മണിക്കൂർ, ഇപ്പോൾ 1 മണിക്ക് കിടന്നുറങ്ങി 7 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ 6 മണിക്കൂർ അയാൾക്കും കിട്ടും. അതൊരിക്കലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ രാത്രി 10 മണിക്ക് ഉറങ്ങി 4 മണിക്ക് എഴുന്നേൽക്കുന്ന ആ ഉറക്കവുമായിട്ട് ഒരിക്കലും അതിന് താരതമ്യം പറയാൻ പറ്റില്ല. കാരണം 10 മണിക്ക് ഉറങ്ങി 4 മണിക്ക് എണീക്കുന്ന ആ ഉറക്കമുണ്ടല്ലോ, അല്ലെങ്കിൽ 5 മണിക്ക് എണീക്കുന്ന ആ 6-7 മണിക്കൂർ ഉറക്കമാണ് ഏറ്റവും ക്വാളിറ്റി സ്ലീപ്പ്. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനല്ലല്ലോ, ഒരുപാട് ജീവജാലങ്ങളല്ലേ. ഈ പ്രപഞ്ചത്തിന് ഏറ്റവും ഡാമേജും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരേ ഒരു ജീവജാലം ആരാണ്? മനുഷ്യനാണ്. ബാക്കി എല്ലാ ജീവജാലങ്ങളും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഇതുണ്ട്, റിതമുണ്ട്. അതിനനുസരിച്ചാണ് ജീവിക്കുന്നത്, മനുഷ്യനൊഴിച്ച്. അതുകൊണ്ടാണ് മനുഷ്യൻ നന്ദി കെട്ടവൻ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രാത്രി ഏതെങ്കിലും കിളികൾ ബഹളം ഉണ്ടാക്കാറുണ്ടോ? ഇല്ല. അവർ ക്ലോക്ക് നോക്കിയിട്ടാണോ രാത്രി തീരുമാനിക്കുന്നത്? ആ ഒരു പ്രപഞ്ചത്തിൻ്റെ അവർക്കൊരു നമ്മുടെ ഒരു റിതമുണ്ട്, അല്ലെങ്കിൽ ഒരു ഇന്നർ ക്ലോക്ക് ഉണ്ട് നമുക്കൊക്കെ. ആ ഒരു ക്ലോക്ക് അനുസരിച്ചാണ് ആനിമൽസ്, ഈ കിളികൾ മാത്രമല്ല കോടാനുകോടി ജീവജാലങ്ങൾ ഈ പ്രപഞ്ചത്തിലുള്ളത്, അവരൊക്കെ ആ ഒരു റിതം, പ്രകൃതിയുടെ ഒരു റിതമുണ്ട്, പ്രകൃതിക്കൊരു താളമുണ്ട്, നമ്മുടെ ഭൂഗോളങ്ങൾക്കൊരു താളമുണ്ട്. ഇതനുസരിച്ചാണ് നമ്മുടെ മനുഷ്യനൊഴിച്ച്, നന്ദികെട്ട ജീവിയായ മനുഷ്യനൊഴിച്ച് ബാക്കി എല്ലാ ജീവജാലങ്ങളും ഈ താളത്തിനൊത്താണ് ജീവിക്കുന്നത്. രാത്രി നമ്മൾ ഏതെങ്കിലും കിളികൾ പാർട്ടി നടത്തുന്നത് നമ്മൾ കേൾക്കാറുണ്ടോ? ഏതെങ്കിലും ആനിമൽസ് വന്നിട്ട് ഇതിടുന്നത് കേൾക്കാറുണ്ടോ? എപ്പോഴെങ്കിലും വല്ല കുറുക്കൻ ഓരിയിടുന്ന എന്തെങ്കിലും കാരണം കൊണ്ടൊന്നല്ലാതെ അവരൊക്കെ സൈലൻ്റാണ്. അവരൊക്കെ കറക്റ്റ് സമയത്ത് കിടക്കുക, അവർ കറക്റ്റ് സമയത്ത് ഇത് ചെയ്യുള്ളൂ. അവർ ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രമേ അവർ കഴിക്കുകയുള്ളൂ, അന്നുള്ള ഭക്ഷണം മാത്രമേ അവർ കഴിക്കുകയുള്ളൂ. അതൊക്കെ നമ്മൾ ശരിക്കും നമ്മൾ ആനിമൽസിൽ നിന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നേരെ മറിച്ച് മനുഷ്യൻ നോക്കൂ, അവർ രാത്രി മുഴുവൻ ഇങ്ങനെ നടന്ന് പാർട്ടി നടത്തി 12 മണിക്ക് ഭക്ഷണം കഴിച്ച് 1 മണിക്ക് ഭക്ഷണം കഴിച്ച് ചുറ്റി നടന്ന് കിടന്നുറങ്ങി ഒക്കെ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേർതിരിഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സിസ്റ്റമിൽ നിന്ന് ടോട്ടലി റോങ് ആയിട്ട് പോകുന്ന ആളുകൾ നമ്മൾ. ഈ ഒരു 6 to 8 hours നമ്മൾ പറഞ്ഞല്ലോ, അതും പ്രോപ്പറായിട്ട് തന്നെ ആവണം എന്നുണ്ടാവില്ലേ? കാരണം ഒരു ദിവസം രാവിലെ അങ്ങനെയല്ല. അത് പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ക്വാളിറ്റി സ്ലീപ്പ് തന്നെ രാത്രി 10 മുതൽ 4 മണി വരെ. അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം, പക്ഷേ അതിന് കോമ്പൻസേറ്റ് ചെയ്യുന്ന മറ്റേ പ്രയോറിറ്റി കൊടുക്കാൻ ശ്രമിക്കില്ല. പിന്നെ കുറച്ച് സ്റ്റഡീസും ഇതൊക്കെ ഒരു ആഫ്റ്റർനൂൺ ഉണ്ടല്ലോ, ഒരു മധ്യാഹ്നം കഴിഞ്ഞതിന് ശേഷമുള്ള ചെറിയൊരു നാപ്പ്, ഒരു ഷോർട്ട് സ്ലീപ്പ് ഇസ് ഗുഡ് എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷേ നമ്മുടെ മെയിൻ സ്ലീപ്പ് ഈ സമയത്ത് തന്നെ ആവണം. അതുപോലെ തന്നെ ഈ ഹൃദയരോഗങ്ങളൊക്കെ ബൈപ്പാസ് സർജറി ഇല്ലാതെ പുതിയ കാലത്ത് AI ഉപയോഗിച്ചും പുതിയ ചിപ്പുകളും ഒക്കെ ഉപയോഗിച്ച് ഇപ്പോൾ ടെക്നോളജി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനി സർജറി എന്നത് ഒഴിവാക്കുന്ന ഒരു കാലം ആയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നിങ്ങൾ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്.
നമ്മളിപ്പോൾ ഈ മെട്രോമെഡ് നിങ്ങൾക്കറിയാം, കോഴിക്കോട് നമ്മൾ ഈ ഹാർട്ടിന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. അപ്പം ഞങ്ങൾ ഈ ഹാർട്ടിൻ്റെ ചികിത്സയിൽ എന്തൊക്കെയോ നൂതന സംവിധാനങ്ങൾ വരുന്നു അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എപ്പോഴും ഒരു ലേറ്റസ്റ്റ് അപ് ടു ഡേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. പ്രത്യേകിച്ച് ഞാനൊരു കാർഡിയോളജിസ്റ്റ് ആയതുകൊണ്ട് അതിനോടുള്ള ഒരു പാഷൻ ഉണ്ടാവുമല്ലോ നമുക്ക്. ഞാനതിന് ഇടയിലൊന്ന് കയറി ഒരു ചോദ്യം കൂടി ചോദിച്ചു. അപ്പോൾ ഈ മിഷനറീസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അപ്പോൾ അതിൻ്റെ കോസ്റ്റും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലേക്ക് മാറില്ലേ? തീർച്ചയായിട്ടും. ഏതൊരു ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് വരുമ്പോഴും നാച്ചുറലി അതിനൊരു കോസ്റ്റ് ഫാക്ടർ വരും. എന്തൊരു കണ്ടുപിടുത്തതിന് ഒരു കോസ്റ്റ് ഫാക്ടർ വരും. പക്ഷേ ഇന്ന് നമ്മൾ ഒരു ഹൃദ്രോഗ ചികിത്സ നോക്കുകയാണെങ്കിൽ മറ്റ് കമ്പയർഡ് ടു മെനി അതർ ഇത് ആക്ച്വലി അത്ര ഒരു എക്സ്പെൻസീവ് എന്ന് പറഞ്ഞുകൂടാ. ചില നൂതന സംവിധാനങ്ങൾ പെട്ടെന്ന്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഈ ഹാർട്ടിൻ്റെ വാൽവ് മാറ്റി വെക്കുന്ന സർജറി, ഇപ്പോൾ വാൽവ് ഓപ്പൺ ചെയ്യാത്തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു ഓപ്പൺ ചെസ്റ്റ് ചെയ്തതിന് ശേഷം ഹാർട്ട് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്തുള്ള കേടായ വാൽവിനെ മാറ്റി ചെയ്യുന്ന ഓപ്പൺ ഹാർട്ട് വാൽവ് റീപ്ലേസ്മെൻറ്റ് സർജറി ഇന്ന് നമുക്ക് അതൊന്നുമില്ലാതെ കാലിൻ്റെ തടവി മുറിക്കാതെ ഒരു ആൻജിയോഗ്രാം ചെയ്യുന്ന ലാഘവത്തോടെ നമ്മുടെ ട്യൂബ് വഴി കൊണ്ടുപോയി ഹാർട്ടിൻ്റെ അകത്ത് നിക്ഷേപിക്കാനുള്ള സംവിധാനം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളത് ഫസ്റ്റ് കേസ് 8 വർഷം മുമ്പ് ഇന്ത്യയിൽ വന്ന ഉടനെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. എത്രയോ ആളുകൾക്ക് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വാൽവ് മാത്രമല്ല, മറ്റു വാൽവുകളും ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരം സംഗതികൾ വരുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു കോസ്റ്റ് നാച്ചുറലി കുറച്ച് അധികം തന്നെ ആയിരിക്കും. പക്ഷേ ഓവർ ദി പീരീഡ് ഓഫ് ടൈം ആക്ച്വലി ഇതിൻ്റെ കോസ്റ്റ് എപ്പോഴും കുറഞ്ഞു വരികയാണ്. ഇപ്പം നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകും, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് ഡബിൾ ചേംബർ ഇത് ക്യാപ്സ്യൂൾ പേസ് മേക്കർ എന്ന് വെച്ചാൽ സർജറി ചെയ്യാതെ നമ്മുടെ ഹൃദയത്തിൽ പേസ് മേക്കർ കൊണ്ട് ഘടിപ്പിക്കുന്ന ഒരു പ്രൊസീജർ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് കേസ് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാകാൻ എന്താണ് ഈ പേസ് മേക്കർ എന്ന് പറയുന്നത്? അതെ, പേസ് മേക്കർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഹൃദയത്തെ മിടിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ഫോക്കസ് നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതിനാണ് പേസ് മേക്കർ. നാച്ചുറൽ പേസ് മേക്കർ പടച്ചവൻ തന്നെ നമുക്ക് തന്ന പേസ് മേക്കർ. ആ പേസ് മേക്കറാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മളല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പിനെ കൺട്രോൾ ചെയ്യണം. നമ്മുടെ ഹൃദയം എത്ര മിടിക്കണം എന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കുന്നത്. അതിന് കുറേ സിസ്റ്റംസാണ് തീരുമാനിക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ്, നമ്മളുടെ എമോഷണൽ സിറ്റുവേഷൻ, ഇതിനെല്ലാം കൂടി ഒരു ഹോർമോണൽ ന്യൂറോ ഹോർമോണൽ കണക്ഷൻസ് ഒക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനും ഹാർട്ടും കൂടി കോറിലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ നാച്ചുറൽ പേസ് മേക്കർ എന്ന് പറയുന്നത്. ഈ നാച്ചുറൽ പേസ് മേക്കർ അത് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ നമുക്ക് മണിക്കൂറുകളോളം പറയാം. അത് വളരെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് കൂളായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയം വളരെ റിലാക്സ്ഡ് ആയിട്ട് പിടിക്കുക. നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു ദേഷ്യം പിടിച്ച ഒരാളോട് ഫൈറ്റ് ചെയ്യുന്ന ഒരു മൂഡിലാണെങ്കിൽ നമ്മുടെ ഹൃദയം അതിനനുസരിച്ച് ഫാസ്റ്റായിട്ട് ബീറ്റ് ചെയ്ത് തരും നമുക്ക്. അതല്ലെങ്കിൽ നമ്മൾ ഓടുന്ന സമയമാണെങ്കിൽ നമുക്ക് ആക്ടിവിറ്റീസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ഫാസ്റ്റായിട്ട് പിടിച്ചു തരും. അതൊക്കെ അത്ര ഭയങ്കരമായ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലാണ്. ഈ പേസ് മേക്കറിൻ്റെ മിടിപ്പിന് തകരാറ് വരുമ്പോൾ നാച്ചുറലി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതിന് ബദൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പേസ് മേക്കർ വെക്കേണ്ടി വരും. അതാണ് നമ്മൾ പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. വെച്ചാൽ ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ. മറ്റത് നമ്മുടെ ഹൃദയത്തിൽ പടച്ചവൻ തന്നിട്ടുള്ള നാച്ചുറൽ പേസ് മേക്കർ. അതിന് തകരാറ് വരുമ്പോൾ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ പേസ് മേക്കറൊക്കെ ഇത്രയും കാലം ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടായിരുന്നു വെച്ചിരുന്നത്. നമ്മുടെ തോളലിൻ്റെ താഴെ ഒരു ഓപ്പറേഷൻ ചെയ്ത് അവിടെ മസിലിൻ്റെ പുറത്ത് അതിനെ ഫിക്സ് ചെയ്തിട്ട് കേബിൾസ് ഹാർട്ടിലേക്ക് കണക്ട് ചെയ്യായിരുന്നു. ഇന്ന് അത് മാറി ഓപ്പറേഷൻ ഇല്ലാതെ ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ കാലിൻ്റെ ധമനി വഴി ക്യാപ്സ്യൂളിൻ്റെ അത്ര മാത്രം സൈസുള്ള ഈ പേസ് മേക്കറിന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചെറുതാണ്, വളരെ സ്മോൾ. ഇറ്റ് ഇസ് ഒരു 1.5 ഗ്രാം മാത്രമാണ് അതിൻ്റെ വെയിറ്റ്. അത്രേ ഉള്ളൂ. അത് നമ്മൾ ഹാർട്ടിൽ കൊണ്ടുവച്ചിട്ട് അത് 10-15 വർഷം അതിൻ്റെ അകത്ത് ആ ബാറ്ററി മതിയാവും ഹൃദയത്തെ പ്രവർത്തിപ്പിക്കാൻ. അപ്പോൾ അത്ര ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ് 15 വർഷം കണ്ടിന്യൂസ്. നമ്മളിപ്പോൾ ഈ ഒരു മൊബൈൽ ഫോൺ ഇപ്പോൾ രാവിലെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും വൈകുന്നേരം ആകുമ്പോഴേക്കും റെഡായി പോകുന്നുണ്ട്. നേരെ മറിച്ച് ഇത് 10-15 വർഷത്തോളം സമയം നമ്മുടെ ഹൃദയത്തെ മിടിപ്പിക്കാനുള്ള മുഴുവൻ ബാറ്ററിയും ഒരു ക്യാപ്സ്യൂളിൻ്റെ 1.5 ഗ്രാം മാത്രം വലുപ്പമുള്ള ഒരു ഉപകരണത്തിൻ്റെ ഉള്ളിൽ വെച്ച് അത് നമ്മുടെ ഹൃദയത്തിൽ ഫിറ്റ് ചെയ്യുന്ന സംഭവത്തിന് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് മോഡൽ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ മെട്രോമെഡിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നമ്മളാണ് അത് ചെയ്തത്. അതുപോലെ അതിൻ്റെ മുൻപുള്ള പല മോഡലുകളും അതിൻ്റെ അഡ്വാൻസ് മോഡൽ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ പീരീഡ് കൂടുന്ന. അത് മാത്രമല്ല ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്. ഇപ്പോൾ ഇന്ന് മനുഷ്യൻ കണ്ടുപിടിക്കുന്ന എന്തൊരു കണ്ടുപിടുത്തമായിക്കോട്ടെ നമ്മുടെ ശരീരത്തിലേക്ക് അതൊരിക്കലും നമുക്ക് നാച്ചുറലായി എത്താൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ഈ അഡ്വാൻസ്മെൻറ്റ് എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ പേസ് മേക്കറിലാണെങ്കിൽ ഒരു 25 വർഷം മുമ്പുണ്ടായിരുന്ന പേസ് മേക്കറും ഇന്നത്തെ പേസ് മേക്കറും കുറേ മോർ മൂവിങ് ടുവേർഡ്സ് ദ നാച്ചുറൽ പേസ് മേക്കർ എന്ന് പറയുന്നത്. ഒരു പവർ ബാങ്ക് ഒക്കെ പോലെയുള്ള ഒരു വലിയ സാധനമായിരുന്നു. ഇന്ന് നമ്മൾ ദൈവം തന്നിട്ടുള്ള ആ പേസ് മേക്കറിൻ്റെ അടുത്തേക്ക് പോകാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
മനസ്സിലായില്ലേ? അതിലുണ്ടാകുന്ന അഡ്വാൻസ്മെന്റ് ആണ് ഈ പറയുന്നത്. ഇപ്പൊ ഇന്നിപ്പോഴത്തെ പേസ് മേക്കർ ആക്ച്വലി ഈ പറഞ്ഞ പോലെ പണ്ടൊക്കെ പേസ് മേക്കർ ഒരു ഫിക്സഡ് റേറ്റിൽ മാത്രം ബീറ്റ് ചെയ്തിരുന്നു. ഇന്ന് നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ നമ്മളുടെ നടത്തം, നമ്മളുടെ എക്സസൈസ് ഇതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അത് റേറ്റ് കൂട്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മോർ ടുവേർഡ്സ് നാച്ചുറലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അഡ്വാൻസ്ഡ് വേർഷനാണ് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ നമ്മൾ ഇംപ്ലാന്റ് ചെയ്തത്.